നമസ്കാരം. ഇന്ന് നമ്മളൊരു കിടിലൻ കഥയാണ് പറയാൻ പോകുന്നത്. സ്വന്തം ജീവൻ പോലും പണയം വെച്ച്, എന്തിനധികം പറയുന്നു, ലോകം ഉരുണ്ടതാണോ പരന്നതാണോ എന്നുപോലും ഉറപ്പില്ലാതിരുന്നൊരു കാലത്ത് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു കടൽമാർഗം കണ്ടെത്താൻ ചിലർ നടത്തിയ ഒരു സാഹസിക യാത്രയുടെ കഥ. എന്തായിരുന്നു അവരെ അതിന് പ്രേരിപ്പിച്ചത്? നമുക്ക് നോക്കാം. അതെ, ഈയൊരു ചോദ്യമാണ് നമ്മുടെ എല്ലാറ്റിൻ്റെയും തുടക്കം. എന്തായിരുന്നു അത്? സ്വർണമായിരുന്നോ? അല്ല. വജ്രമോ? അതുമല്ല. അതിലും വളരെ സാധാരണമായ, എന്നാൽ അന്ന് യൂറോപ്പുകാർക്ക് ജീവനേക്കാൾ വിലയുണ്ടായിരുന്ന ഒന്ന്. നമുക്ക് 15-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലേക്കൊന്ന് പോകാം. അവിടെ ജനസംഖ്യ കൂടുകയാണ്, അതോടൊപ്പം കന്നുകാലി വളർത്തലും. പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. തണുപ്പുകാലത്ത് മാസങ്ങളോളം ഇറച്ചി കേടുകൂടാതെ സൂക്ഷിക്കാൻ ഫ്രിഡ്ജോ ഫ്രീസറോ ഒന്നുമില്ല. ആകെയുണ്ടായിരുന്ന വഴി ഉണക്കി സൂക്ഷിക്കുക എന്നതായിരുന്നു. അങ്ങനെ ഉണക്കിയ ഇറച്ചിക്ക് രുചി നൽകാനും അത് കൂടുതൽ കാലം കേടാവാതിരിക്കാനും അവർക്ക് ഒരേയൊരു സാധനമേ രക്ഷയ്ക്കുണ്ടായിരുന്നുള്ളൂ: ഇന്ത്യയിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ. കുരുമുളകും ഗ്രാമ്പുവും ഏലക്കായുമെല്ലാം അന്ന് സ്വർണത്തേക്കാൾ വിലപിടിച്ചതായിരുന്നു, അക്ഷരാർത്ഥത്തിൽ. പക്ഷേ ഇന്ത്യയിൽ നിന്ന് 1 കിലോ കുരുമുളക് യൂറോപ്പിലെത്തുമ്പോഴേക്കും അതിന്റെ വില 10ഉം 100ഉം ഇരട്ടിയാകും. കാരണമെന്താണെന്നോ? ഇത് നേരിട്ട് യൂറോപ്പിലേക്കല്ല പോയിരുന്നത്. ഇന്ത്യയിൽ നിന്ന് അറബികൾ വാങ്ങുന്നു, അവർ അത് ചെങ്കടൽ വഴി കൊണ്ടുപോയി വെനീഷ്യൻ വ്യാപാരികൾക്ക് മറിച്ചു വിൽക്കുന്നു. അവരാണ് പിന്നെ ഭീമമായ വിലയ്ക്ക് യൂറോപ്പിൽ വിതരണം ചെയ്യുന്നത്. ഈ ഇടനിലക്കാർ കാരണം സാധാരണക്കാർക്ക് സുഗന്ധവ്യഞ്ജനങ്ങൾ ഒരു സ്വപ്നം മാത്രമായി. ഈ കൊള്ളയ്ക്ക് ഒരൊറ്റ പരിഹാരമേ ഉണ്ടായിരുന്നുള്ളൂ: ഇടനിലക്കാരെ ഒഴിവാക്കി ഇന്ത്യയിലേക്ക് നേരിട്ടൊരു കടൽ മാർഗം കണ്ടുപിടിക്കുക. അങ്ങനെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഓട്ടമത്സരം തുടങ്ങുകയായിരുന്നു. അക്കാലത്തെ 2 നാവിക സൂപ്പർ പവറുകളായ പോർച്ചുഗലും സ്പെയിനും തമ്മിലായിരുന്നു ആ മത്സരം. ആരാദ്യം ഇന്ത്യയിലെത്തുന്നു, അവർക്ക് സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന്റെ കുത്തക സ്വന്തമാക്കാം. അതായിരുന്നു പന്തയം. പോർച്ചുഗലിനൊരു വലിയ മുൻതൂക്കമുണ്ടായിരുന്നു. ഹെൻറി ദ നാവിഗേറ്റർ എന്നറിയപ്പെട്ട അവരുടെ രാജകുമാരൻ ഈയൊരു ലക്ഷ്യത്തിനായി ജീവിതം തന്നെ മാറ്റിവെച്ചു. അദ്ദേഹം പര്യവേഷണങ്ങൾക്കായി പണം വാരിയെറിഞ്ഞു. ആഫ്രിക്കൻ തീരങ്ങളിലൂടെ തെക്കോട്ട് കപ്പലുകൾ ഒന്നിനു പുറകെ ഒന്നായി അയച്ചുകൊണ്ടേയിരുന്നു. ഇന്ത്യയിലേക്കുള്ള വഴി അവിടെ എവിടെയോ ആണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. ആ ഓട്ടമത്സരം ശരിക്കും ആവേശഭരിതമായിരുന്നു കേട്ടോ. 1488-ൽ പോർച്ചുഗലിന്റെ ബർത്തലോമിയോ ഡയസ് ഒരു ഭീകരമായ കൊടുങ്കാറ്റിൽപ്പെട്ട് ആഫ്രിക്കയുടെ തെക്കേയറ്റത്തെത്തി. അതോടെ ആഫ്രിക്ക ചുറ്റി ഇന്ത്യയിലേക്കൊരു വഴിയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ അതേസമയം അവരുടെ എതിരാളികളായ സ്പെയിൻ ഒരു തെറ്റുവരുത്തി. അവർ ക്രിസ്റ്റഫർ കൊളംബസിനെ പടിഞ്ഞാറോട്ടയച്ചു. ഇന്ത്യ എത്തുമെന്ന് കരുതി യാത്ര തിരിച്ച അദ്ദേഹം ചെന്നെത്തിയത് അമേരിക്കയിലായിരുന്നു. അതോടെ പോർച്ചുഗൽ ആ മത്സരത്തിൽ ഒരുപാട് മുന്നിലെത്തി. അങ്ങനെ ആ ചരിത്രപരമായ ഓട്ടത്തിന് ഒരു വിജയിയെ കിട്ടാൻ പോവുകയാണ്. ഡയസ് പാതി വഴിയിൽ നിർത്തിയ ആ യാത്ര പൂർത്തിയാക്കാനായി പോർച്ചുഗലിൽ നിന്ന് വാസ്കോഡ ഗാമ എന്നൊരാൾ പുറപ്പെടുകയാണ്. യൂറോപ്പിന്റെയും ഇന്ത്യയുടെയും ചരിത്രം മാറ്റിയെഴുതിയ യാത്ര. ഡെഗാമ ഡയസിന്റെ വഴി പിന്തുടർന്ന ആഫ്രിക്കയുടെ തെക്കേയറ്റം ചുറ്റി. ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തെ മൊസാംബിക്കിലെത്തിയപ്പോൾ അദ്ദേഹത്തിനും കൂട്ടർക്കും ആശ്വാസമായി. അവിടെ ഇന്ത്യൻ കപ്പലുകളും വ്യാപാരികളും ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് കഥയിലെ നിർണായകമായ ആ കൂടിക്കാഴ്ച നടക്കുന്നത്. അബ്ദുൽ മജീദ് എന്ന ഗുജറാത്തി നാവികൻ ഡെഗാമയ്ക്ക് വഴികാട്ടിയായി. അദ്ദേഹത്തിന്റെ സഹായത്തോടെ ഒടുവിൽ 1498 മെയ് 20-ന് വാസ്കോഡഗാമയും സംഘവും കേരളത്തിലെ കോഴിക്കോട് കാപ്പാട് തീരത്ത് കപ്പലിറങ്ങി. പക്ഷെ കോഴിക്കോട്ടെത്തിയപ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. അവിടത്തെ ഭരണാധികാരിയായ സാമൂതിരിയെ കാണാൻ ചെന്നപ്പോൾ ഡേഗാമ നൽകിയ സമ്മാനങ്ങൾ വളരെ വില കുറഞ്ഞതായിരുന്നു. ഇത് കണ്ട് അവിടെയുണ്ടായിരുന്ന അറബ് വ്യാപാരികൾ പരിഹസിച്ചു. തുടക്കം തന്നെ അത്ര ശുഭകരമായിരുന്നില്ല. പക്ഷേ ആ യാത്രയുടെ ഫലം എന്തായിരുന്നു എന്നറിയാമോ? 60 ഇരട്ടി. അതെ, ആ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടി ലാഭമാണ് കൊണ്ടുവന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ യൂറോപ്പിൽ വിറ്റപ്പോൾ അവർക്ക് കിട്ടിയത്. ഈയൊരു കണക്ക് മതിയായിരുന്നു. ഈ വാർത്ത യൂറോപ്പിൽ കാട്ടുതീ പോലെ പടർന്നു. അതോടെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും കണ്ണും നട്ട് ഇന്ത്യയിലേക്ക് തിരിഞ്ഞു. ആ ഒരു ഭീമമായ ലാഭം കിട്ടിയതോടെ പോർച്ചുഗീസുകാരുടെ സ്വഭാവം ആകെ മാറി. അവർക്ക് വെറുതെ കച്ചവടം ചെയ്താൽ പോരായിരുന്നു. ഈ വ്യാപാരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം, അതിന്റെ കുത്തക തന്നെ അവർക്ക് വേണമായിരുന്നു. അങ്ങനെ 1502-ൽ വാസ്കോഡഗാമ വീണ്ടും ഇന്ത്യയിലേക്ക് വന്നു. പക്ഷേ ഇത്തവണ കച്ചവടക്കാരന്റെ വേഷത്തിലായിരുന്നില്ല. മറിച്ച് തന്റെ എതിരാളികളായ അറബികളെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് എന്നേക്കുമായി തുരത്താൻ പീരങ്കികളും തോക്കുകളും നിറച്ച ഒരു കൂറ്റൻ കപ്പൽപ്പടയുമായി ഒരു ജേതാവിന്റെ ഭാവത്തിലായിരുന്നു ആ വരവ്. അറബ് വ്യാപാരികളെ പുറത്താക്കണമെന്ന ഡി-ഗാമയുടെ ആവശ്യം സാമൂതിരി നിരസിച്ചു. ഫലം ഒരു യുദ്ധമായിരുന്നു. ഒരു വശത്ത് പീരങ്കികളും ആധുനിക കപ്പലുകളും, മറുവശത്ത് സാമൂതിരിയുടെ വാളും വില്ലും അമ്പും. അതൊരു യുദ്ധം പോലുമായിരുന്നില്ല. സൈനിക ശക്തി ഉപയോഗിച്ച് പോർച്ചുഗീസുകാർ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി. പോർച്ചുഗലിന്റെ ആദ്യത്തെ ഗവർണറായിരുന്ന ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഒരു പുതിയ നയം കൊണ്ടുവന്നു: ബ്ലൂ വാട്ടർ പോളിസി.
അതായത് കരയിൽ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തുന്നതിനേക്കാൾ പ്രധാനം കടൽ നിയന്ത്രിക്കുക എന്നതാണ്. കടൽ ആരുടെ കയ്യിലാണോ വ്യാപാരവും അവരുടെ കയ്യിലായിരിക്കും. ഇതായിരുന്നു ആ തന്ത്രം. അത് നടപ്പിലാക്കാൻ അവർ കാർട്ടേഴ്സ് എന്ന പേരിൽ ഒരു ലൈസൻസ് കൊണ്ടുവന്നു. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ പോകുന്ന ഏതൊരു കപ്പലും പോർച്ചുഗീസുകാർക്ക് പണം നൽകി ഒരു പാസ് എടുക്കണം. ഇല്ലെങ്കിൽ ആ കപ്പൽ പിടിച്ചെടുക്കും. പിന്നീട് അൽബുക്കർക്ക് ഗോവ പിടിച്ചെടുത്ത് അവരുടെ തലസ്ഥാനമാക്കി. തീരങ്ങളിലാകെ കോട്ടകൾ പണിത് അവരൊരു കടൽ സാമ്രാജ്യം തന്നെ സ്ഥാപിച്ചു. പക്ഷേ പോർച്ചുഗൽ ഒറ്റയ്ക്ക് ഈ ലാഭം കുയ്യുന്നത് കണ്ട് വെറുതെ ഇരിക്കാൻ മറ്റു യൂറോപ്യൻ ശക്തികൾ തയ്യാറായിരുന്നില്ല. അവരുടെ വിജയകഥകൾ കേട്ട് പുതിയ എതിരാളികൾ ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുകയായിരുന്നു. പോർച്ചുഗീസുകാർക്ക് പിന്നാലെ ഡച്ചുകാർ വന്നു, പിന്നെ ബ്രിട്ടീഷുകാർ, ഡെൻമാർക്കുകാർ, അവസാനം ഫ്രഞ്ചുകാർ. അങ്ങനെ എല്ലാവരും അവരവരുടെ ഈസ്റ്റ് ഇന്ത്യാ കമ്പനികളുമായി ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തി. ഇന്ത്യയുടെ തീരങ്ങൾ ഒരു യൂറോപ്യൻ മത്സരക്കളമായി മാറുകയായിരുന്നു. ഈ വന്നവരിൽ ഏറ്റവും തന്ത്രശാലികൾ ബ്രിട്ടീഷുകാരായിരുന്നു. അവരൊരു നിർണായകമായ നാവിക യുദ്ധത്തിൽ പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചു. ഇത് കണ്ട മുഗൾ ചക്രവർത്തി ജഹാംഗീറിന് അവരോട് മതിപ്പ് തോന്നി. ബ്രിട്ടീഷുകാർക്ക് സൂററ്റിൽ വ്യാപാരം തുടങ്ങാൻ അനുമതിയും കൊടുത്തു. കാലം മുന്നോട്ടു പോയപ്പോൾ ഇന്ത്യയുടെ നിയന്ത്രണത്തിനായുള്ള അവസാന പോരാട്ടത്തിൽ രണ്ട് ശക്തികൾ മാത്രം ബാക്കിയായി. ഒരു വശത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി, മറുവശത്ത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി. ചരിത്രപ്രസിദ്ധമായ കർണാട്ടിക് യുദ്ധങ്ങളിലൂടെ അവർ ഇന്ത്യയിൽ വച്ച് ഏറ്റുമുട്ടി. ആ അന്തിമ പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി. അതോടെ വെറുമൊരു കച്ചവട കമ്പനിയായി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിക്ക് മുന്നിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭരണാധികാരിയായി മാറാനുള്ള വഴി തുറന്നുകിട്ടി. ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് നിർത്താം. വെറും കച്ചവടം ചെയ്യാൻ വന്ന ഒരു കമ്പനി സ്വന്തമായി കോട്ടകൾ പണിത് സൈന്യത്തെ ഉണ്ടാക്കി ഒരു നാട് ഭരിക്കാൻ തുടങ്ങുമ്പോൾ അതിന് പിന്നെയും നമുക്കൊരു കമ്പനിയെന്ന് മാത്രം വിളിക്കാൻ കഴിയുമോ? സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു ഓട്ടം ഒരു സാമ്രാജ്യത്തിന്റെ പിറവിൽ അവസാനിച്ച ഈ കഥ നമ്മെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലേ?